ഇന്ത്യയിലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ എന്ന് പറയുന്നത്. ആ ബീഹാറിൽ ഇത്തവണയുള്ള വോട്ടേഴ്സ് എന്ന് പറയുന്നത് 7,43,00,000 ആളുകളാണ്. കഴിഞ്ഞ തവണ ഉണ്ടായതിൽ നിന്ന് 47 ലക്ഷം ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ ഈ വരുന്ന നവംബർ 6-ാം തീയതിയും 11-ാം തീയതിയും 2 ഘട്ടങ്ങളിലായിട്ട്, ആദ്യം 121 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ബാക്കിയുള്ളത് 11-ാം തീയതിയും ആയിട്ട് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ബീഹാറിലുള്ള സാധ്യതകൾ കൂടുതൽ അത് NDA മുന്നണിക്കാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ആ NDA മുന്നണിക്കാണ് എന്ന് പറയാൻ കാര്യം, ഏതാണ്ട് ഒരു 9ഓളം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടാകും എന്ന് കേൾക്കുന്നു. പക്ഷെ അത് തന്നെ 5ആയി ചുരുങ്ങിയിട്ടുണ്ട് എന്ന് കൂടി കേൾക്കുന്നു. അതായത് പ്രധാനപ്പെട്ട മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത്, അതാണ് ഇന്ത്യ മുന്നണി. അതിലേറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത് ജനതാദൾ യുണൈറ്റഡും അതുപോലെ തന്നെ ഈ കോൺഗ്രസുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സീറ്റ് തർക്കം തന്നെ കൃത്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതേസമയം ഇതേ തരത്തിലുള്ള സീറ്റ് തർക്കം NDA മുന്നണിയിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേതാണ്ട് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനതാദൾ യുണൈറ്റഡും BJPയും തുല്യം സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ടുള്ള LJP എന്ന് പറയുന്ന ചിരാഗ് പസ്വാന്റെ പാർട്ടി അവർക്ക് സീറ്റുകൾ അവർ ചോദിക്കുന്ന അത്രയും 29ഓളം വരുന്ന സീറ്റുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 29 സീറ്റുകളിലും ചിരാഗ് പസ്വാൻ വിജയിക്കുമെന്നാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ വളരെ ഡീറ്റെയിൽഡ് ആൻഡ് ഡീപ്പായി പരിശോധിക്കുകയാണ് ആർക്കാണ് അവിടെ സാധ്യത എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 1,21,00,000 വരുന്ന ആളുകളുടെ സ്ത്രീകളുടെ കൈകളിലേക്ക് 10,000 രൂപ വീതം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നിതീഷ് കുമാർ ഗവൺമെൻറ്, ബീഹാർ ഗവൺമെൻറ്റിൻ്റെയും കയ്യിലുള്ള പണം ഉപയോഗിച്ചിട്ടാണ് ഓരോരുത്തർക്കും 13 കോടി രൂപ വീതം, ഏതാണ്ട് 12,100 കോടി രൂപ അങ്ങനെ തന്നെ കൊടുത്തു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുടുംബത്തിൻ്റെ അവിടുത്തെ സാധാരണ വരുമാനം എന്ന് പറയുന്നത് 34% പേർക്കും 6,000 രൂപയാണ് പ്രതിമാസം. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്കാണ് ഇത് ചെല്ലുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അവർ ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്നത് 200 രൂപയാണ്. അപ്പോൾ 65% കുടുംബങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 10,000 രൂപയാണ് എന്ന് നിങ്ങൾ അറിയണം. അവിടുത്തെ മൊത്തം ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് 53,000 കോടി രൂപ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ, അതിൽ തന്നെ ഒരു ജോലിക്കും പോകാത്ത സ്ത്രീകൾ, അത് ജോലിക്ക് പോയാലും വലിയ തോതിൽ വേതനം കുറഞ്ഞു കിട്ടുന്ന 100-150 രൂപയ്ക്ക് കിട്ടുന്ന സ്ത്രീകൾ, അവരുടെ കൈകളിലേക്കാണ് ഇത്തരത്തിൽ നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും പേരിൽ മഹിളാ റോസ്ഗാർ യോജന, ചീഫ് മിനിസ്റ്റേഴ്സ് മഹിളാ റോസ്ഗാർ യോജന എന്നുള്ള പേരിൽ 10,000 രൂപ കൊടുക്കുന്നത്. ഈ 10,000 രൂപ വലിയ തോതിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മാധ്യമ പ്രവർത്തകരൊന്നും ഒരു തർക്കവുമില്ല. അത് എങ്ങനെയാണ് ബാധിക്കാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. സ്ത്രീ വോട്ടേഴ്സ് ഏതാണ്ട് 2-3% കൂടുതലുണ്ട്. ആ 3% കൂടുതലുള്ള സ്ത്രീ വോട്ടേഴ്സ് വന്ന് കൂടുതലായി വോട്ട് ചെയ്താൽ വലിയ തോതിലുള്ള സ്വീപ്പ് തന്നെ NDAക്ക് ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കൂടാതെ തന്നെ അവിടെയും വലിയ തോതിലുള്ള വെൽഫെയർ മെഷേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അവിടെയുമുണ്ട്. ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അവിടെ മേടിക്കുന്നത് ഏതാണ്ട് 1,25,00,000 വരുന്ന ആളുകളാണ്. ആ 1,25,00,000 വരുന്ന ആളുകളിൽ 400 രൂപയായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 1,100 രൂപയാക്കി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു 600 രൂപ കൂട്ടുന്ന ഇമ്പാക്റ്റ് അല്ല, അല്ലെങ്കിൽ 700 രൂപ കൂട്ടുന്ന ഇമ്പാക്റ്റ് അല്ല ബീഹാറിൽ കൂട്ടുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അത് വലിയ തോതിൽ അവരെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു സ്ത്രീകൾ അവിടെ ജോലിക്ക് പോയാൽ കിട്ടുന്നത് 150-200 രൂപയാണ്, അല്ലെങ്കിൽ 100 രൂപ വരെ കിട്ടുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് അവർക്ക് ഒരു മാസം വെറുതെ ഗവൺമെൻറ് കയ്യിൽ നിന്ന് 1,100 രൂപ കിട്ടാൻ പോകുന്നത്. അത് വലിയ തോതിൽ ഗുണമുണ്ടാക്കും. അത് തന്നെ 1,25,00,000, ഏതാണ്ട് 1,4 കോടിയോളം വരുന്ന ആളുകളിലേക്കാണ്. ഇനി ഇത് കൂടാതെ കഴിഞ്ഞ മാസങ്ങളിൽ ഓഗസ്റ്റിൽ തന്നെ 125 യൂണിറ്റ് വൈദ്യുതി അവിടെ ഇലക്ട്രിസിറ്റി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ജനപ്രിയമായിട്ടുള്ള നടപടികൾ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾ 4 മാസങ്ങൾ കൊണ്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 1.5 മാസം മുമ്പ് വരെ അവിടെയുള്ള മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും സർവേ നടത്തിയവരൊക്കെ പറയുന്നത് നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കായിരുന്നു, തേജസ്വി യാദവിനായിരുന്നു. മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന
ഇമേജും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അദ്ദേഹത്തിനായിരുന്നു. അത്തരത്തിൽ നിതീഷ് കുമാർ പോലും വളരെ ഫാർ ബിഹൈൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറകിലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസം തന്നെ ഇപ്പം ഇല്ലാതായിരിക്കുന്നു. നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരാളെ പോലുള്ള ഒരു നേതാവിനെ കാണിക്കാൻ ബി ജെ പിക്ക് ഇല്ലെങ്കിൽ പോലും ബി ജെ പി അവിടെ ഒറ്റക്കക്ഷിയായി മാറുകയും ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡി യു നയിക്കുന്ന മുന്നണി ഒരു സ്വീപ്പ് നടത്തിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, കഴിഞ്ഞ തവണയുള്ള സീറ്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 15 സീറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ 110ഉം 125 സീറ്റുകളാണ് വ്യത്യാസമുള്ളത് മഹാഗഠബന്ധനും എൻ ഡി എയും തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 11,500 വോട്ടുകൾ മാത്രമാണ് എന്ന് കൂടി നിങ്ങൾ അറിയണം. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും കഴിഞ്ഞ തവണ LJP എന്ന് പറയുന്ന ലോക് ജനശക്തി പാർട്ടി ഒറ്റക്കാണ് മത്സരിച്ചത്. അവരേതാണ്ട് 20-23 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ പിടിച്ച മുന്നണി കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ NDAയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവർ ജനതാദൾ യുണൈറ്റഡിനെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പാരവെക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തിരിക്കുന്നു അമിത്ഷാ വന്ന്. അതുകൊണ്ട് ചിരാഗ് പാസ്വാൻ പറയുന്നത് ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയായിരിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ BJP പോലും പറയുന്നില്ല. പക്ഷെ BJP പറയാത്തപ്പോഴാണ് നിരന്തര വൈരിയായിട്ടുള്ള കഴിഞ്ഞ തവണ JDUവിൻ്റെ നിരവധി സീറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ചിരാഗ് പാസ്വാൻ, അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തോപ്പിക്കാൻ കഴിഞ്ഞു JDUവിനെ. അദ്ദേഹം ആകെ ഒരു സീറ്റിൽ വിജയിച്ചുള്ളൂ. പക്ഷേ 135 സീറ്റിൽ മത്സരിച്ചതാണ്. പക്ഷേ JDUവിനെ തോൽപ്പിച്ചിട്ടുള്ള അദ്ദേഹം പോലും പറയുന്നത് ഇത്തരത്തിലുള്ള വോട്ട് വിഹിതം ഞങ്ങൾ നേടുമെന്നും അത് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരും എന്നുമാണ്. ഇതിനിടയിലാണ് നമ്മളെല്ലാം അറിയുന്നത് പോലെ ജൻസ്വരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അവർ ഏതാണ്ട് ഒരു 10%, 8%, 13% ഇടയ്ക്ക് വോട്ട് നേടിയേക്കാം. അങ്ങനെ വോട്ട് നേടുമ്പോൾ പോലും അത് യുവാക്കളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന്, അതുപോലെ ഒരു ഭൂമിഹാർ പോലെയുള്ള ഒരു വരേണ്യ ജാതികളിൽ നിന്നൊക്കെ തന്നെയുള്ള വോട്ടുകൾ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പിടിക്കുമ്പോൾ ഈ വരേണ്യ ജാതികൾക്കാരിൽ നിന്ന് വോട്ടുകൾ പിടിക്കുമ്പോൾ അത് BJPക്കാണ് ദോഷം ചെയ്യുക. പക്ഷേ യുവാക്കളുടെയും അതുപോലെ തന്നെ ആൻറ്റി ഇൻകുംബൻസി വേവിൻ്റെയും ഒരു വലിയ ചങ്ക് ഓഫ് വോട്ടുകൾ കൂടി തീർച്ചയായിട്ടും ഈ പറയുന്ന ജൻസ്വരാജ് പാർട്ടിയും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും കൂടി പിടിക്കുമ്പോൾ അതുകൂടി യഥാർത്ഥത്തിൽ മഹാഗഠബന്ധന് വലിയ തോതിൽ പ്രശ്നമായി തീരും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാവും, മധുബൻ എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ JDUവിൻ്റെ മുമ്പിൽ വന്ന് കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് കിടന്നിട്ട് നിലത്ത് കിടന്നുരുളുകയും ഷർട്ടുകൾ വലിച്ചു കീറുകയും കരയുകയൊക്കെ ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനുയായികൾ, സീറ്റ് കിട്ടാത്തവർ തല്ലുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അങ്ങേയറ്റം കലുഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് അതിനൊക്കെ ഒരു താൽക്കാലിക ശമനം വന്നിരിക്കുന്നു. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പറയുന്നത് ജാതിയാണ്. മുസ്ലിം യാദവ വോട്ട് ബാങ്കിനും അപ്പുറത്തേക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ പറയുന്ന മഹാഗഠബന്ധനോ തേജസ്വി യാദവിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടികൾക്കോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി വാസ്തവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കാൻ പോകുന്നത് NDA എന്ന് പറയുന്ന മുന്നണിയെ തന്നെയായിരിക്കും. ഇനിയും ഒരു 4, 5, 6 ദിവസം കൂടിയുണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്. 11ാമത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഫൈനൽ വിശകലനവുമായിട്ട് വരാം. പക്ഷെ ഇപ്പോഴുള്ള നിലവിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇവിടെ ജയിക്കാൻ പോകുന്നത് NDA മുന്നണിയായിരിക്കും. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു സ്വീപ്പ് ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. വലിയ തോതിലുള്ള വിജയം പോലും ഒരുപക്ഷെ NDAക്ക് ഉണ്ടായേക്കാം. ജൻസ്വരാജ് പാർട്ടി പിടിക്കുന്ന വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും മഹാഗഠബന്ധനൊക്കെ കിട്ടേണ്ട വോട്ടുകൾ കൂടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്വീപ്പ് കൂടി ഉണ്ടായേക്കാം. തേജസ്വി യാദവിന് വലിയ അപ്രമാദിത്വം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആരാകണം എന്നുള്ളതിൽ. മഹാഭൂരിപക്ഷം ജനങ്ങളും കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിട്ടുള്ള സർവേകളിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് തേജസ്വി യാദവിനാണ്. പക്ഷേ തേജസ്വി യാദവ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞാലും, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് നിൽക്കാൻ കഴിഞ്ഞാലും, ആ നേട്ടങ്ങൾക്ക് ഏതാണ്ട് നേട്ടങ്ങളോടൊപ്പം നിൽക്കുന്ന നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിൻ്റെ തോറ്റുപോകുന്ന സീറ്റുകളിൽ കൂടി JDUവും അതുപോലെ തന്നെ BJPയും വലിയ നേട്ടമുണ്ടാക്കാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടാക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭൂരിപക്ഷത്തിലേക്ക് കൂടി BJPയും അതുപോലെ ജനതാദൾ യുണൈറ്റഡും എത്തിച്ചേരാം. ഒരിക്കൽ കൂടി താൽക്കാലികമായിട്ടാണെങ്കിലും നിതീഷ് കുമാർ ആ സ്ഥാനത്തേക്ക് വന്നേക്കാം. കുറച്ച് 5 or 6 മാസങ്ങൾ കഴിയുമ്പോൾ നിതീഷ് കുമാർ അനാരോഗ്യം മൂലം വലിയ ബുദ്ധിമുട്ടിലാണ്. മാറ്റിയിട്ട് BJPയുടെ ഒരു പുതിയ മുഖ്യമന്ത്രി കൂടി ബീഹാറിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ബീഹാറിൽ നിന്നുള്ളത്. അത് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. 11ാം തീയതിക്ക് മുമ്പ് വളരെ കൃത്യമായിട്ടുള്ള മറ്റൊരു വിശകലനം കൂടിയായിട്ട് വരാം.